2 വർഷമായി നടക്കുന്ന ഗാസയിലെ യുദ്ധം ഇപ്പോൾ താൽക്കാലികമാണോ ശാശ്വതമാണോ എന്നറിയില്ലെങ്കിൽ പോലും 2-3 ദിവസങ്ങളായി സമാധാനത്തിലാണ് ഗാസ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പലർക്കും വീടുകളില്ല, പലർക്കും മക്കളില്ല, ചില മക്കൾക്ക് പിതാക്കന്മാരില്ല, അയൽവാസികളില്ല. ഇങ്ങനെയുള്ള വളരെ ദുരിതപരമായ സാഹചര്യമാണെങ്കിലും ഗാസയിൽ സമാധാനം താൽക്കാലികമാണെങ്കിലും പുലർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഗാസയുമായി ബന്ധപ്പെട്ട 2-3 വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് സംസാരിക്കുന്നത്. എന്നാൽ ഈ 3 വിഷയത്തിൽ 2 വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇന്ന് ഈജിപ്തിൽ നടക്കുന്ന ട്രംപിന്റെ ഗാസ പീസ് സമ്മിറ്റിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതായത് ലോകത്തെ 20ഓളം രാഷ്ട്ര നേതാക്കൾ പങ്കെടുക്കുന്ന ഗാസ സമാധാന ഉച്ചകോടിക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപും അധ്യക്ഷത വഹിച്ച് ഒരു വലിയ സമ്മിറ്റ് ഈജിപ്തിൽ നടക്കുകയാണ്. സാക്ഷാൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കം, അതുപോലെ തന്നെ ജർമ്മനിയുടെ പ്രതിനിധിയും അതുപോലെ ഇറ്റലിയുടെ പ്രതിനിധിയും അങ്ങനെ തുടങ്ങി ഖത്തർ, UAE, തുർക്കി അടക്കമുള്ള ലോകത്തെ വളരെ പ്രധാനപ്പെട്ട 20 രാജ്യങ്ങളുടെ പ്രതിനിധികളോ ലോക നേതാക്കളോ പങ്കെടുക്കുന്ന ഈ സമ്മിറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ക്ഷണമുണ്ടെന്നാണ് അറിയുന്നത്. അത് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വിവരമില്ലെങ്കിൽ പോലും ലോകത്തെ പ്രധാനപ്പെട്ട 20 രാജ്യങ്ങളുടെ നേതാക്കൾ പങ്കെടുക്കുന്ന ഈ സമ്മിറ്റിൽ നമുക്കറിയാം ഗാസയിൽ സമാധാനം കൊണ്ടുവരുവാനും ഗാസയിൽ ഒരു ഭരണം കൊണ്ടുവരുവാനും ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഈ ട്രംപിന്റെ ഈ സമ്മിറ്റിൽ ഗാസയിൽ നിന്ന് ഹമാസിന്റെ പ്രതിനിധികളോ അതുപോലെ ഇസ്രയേലിന്റെ പ്രതിനിധികളോ അതുപോലെ തന്നെ പലസ്തീൻ അതോറിറ്റിയുടെ പ്രതിനിധികളോ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരാരും പങ്കെടുക്കാതെ ഗാസയെ കുറിച്ച് പിന്നെ എന്ത് പ്ലാൻ ആണ് എന്നൊരു ചോദ്യം ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഏതായാലും ഈ ട്രംപ് ഇവിടെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റുകളിൽ എനിക്ക് ഒപ്പിടാനുണ്ടെന്നും ഞാൻ ഉടനടി ഈജിപ്തിൽ പോകുമെന്നും ഒക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെടിനിർത്തൽ കരാർ വരികയും ഇസ്രയേലും ഹമാസും തമ്മിൽ സമാധാന ഉടമ്പടിയിലേക്ക് എത്തുമ്പോൾ ട്രംപിന്റെ 20 പോയിന്റ് പ്ലാൻ ആണ് ഇപ്പോൾ പാസ്സാകുന്നതെങ്കിലും ഈ ഗാസയിൽ ഈ 20 പോയിന്റുകളിൽ ഗാസയിൽ ഒരു ഇന്റർനാഷണൽ സമിതിയുടെ ഭരണം കൊണ്ടുവരുമെന്നും അതിൽ ടോണി ബ്ലെയർ അടക്കമുള്ള പണ്ട് ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കയുടെ കൂടെ കൂടിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ഇറാഖ് ഭരണം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തിൽ ഇൻവോൾവ്ഡായ അന്നത്തെ UK പ്രധാനമന്ത്രി പോലും ഈ നേതൃസ്ഥാനത്ത് ഈ ഭരണത്തിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ട്രംപ് ഗാസയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാർക്ക് തന്നെയാണ്. നമുക്കിങ്ങനെ സംശയമുണ്ടാവാനുള്ള സാഹചര്യവും കാരണവും എന്ന് പറയുന്നത് നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞ ചില വാക്കുകളാണ്. അതായത് ടേക്ക് ഓവർ ഗാസ, ഗാസയെ ഞാൻ പൂർണ്ണമായും അമേരിക്ക ഇങ്ങ് ഏറ്റെടുക്കുമെന്നും ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പറഞ്ഞേക്കുമെന്ന് അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ വേണ്ടി അന്ന് അബ്ദുള്ള രാജാവിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അങ്ങനെ സംസാരിക്കുകയും ഈജിപ്തും ജോർദാനും അന്ന് ഈ ഒരു ആവശ്യം നിരസിക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിൽ ആ പ്ലാൻ താൽക്കാലികമായി അവിടെ നിർത്തിവെക്കുകയായിരുന്നു. ട്രംപിന് ഗാസയിലെ ജനങ്ങളെയൊക്കെ പുറത്താക്കുകയും അത് ആ ഒരു സ്ഥലം വലിയ ടൂറിസ്റ്റ് മേഖലയാക്കി അമേരിക്കയുടെ അധീനതയിൽ കൊണ്ടുവരുവാനുമുള്ള പ്ലാൻ ആയിരുന്നു അന്ന് ട്രംപ് സംസാരിച്ചിരുന്നത്. പക്ഷേ അത്തരത്തിലൊക്കെ നടക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഇസ്രയേലിന്റെ രാജ്യത്തിന്റെ കൂടെ കൂട്ടിച്ചേർക്കലാണ് ഈ സയനിസ്റ്റുകളുടെയും അമേരിക്കയുടെയും ഒക്കെ ഉദ്ദേശം എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാവുന്നതാണ്. അന്ന് ആ നടക്കാത്ത പ്ലാന് ഇന്ന് പുതിയ രൂപത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവതരിപ്പിക്കുകയാണോ ഡൊണാൾഡ് ട്രംപ് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ഒരു അന്തർദേശീയ അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഭരണസമിതി ഉണ്ടാക്കുകയും അതിൻ്റെ തലപ്പത്ത് ഡൊണാൾഡ് ട്രംപ് ഇരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ 20 പോയിന്റ് അടങ്ങിയ ഈ പീസ് കരാറിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഹമാസ് അന്ന് ഈ പോയിന്റിനെ എതിർക്കുകയും ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് പറയുകയും അങ്ങനെയാണ് ഈജിപ്തിൽ പങ്കെടുത്തുകൊണ്ട് കൂടുതൽ ചർച്ച ചെയ്യുകയും പക്ഷെ ആദ്യം തന്നെ ഹോസ്റ്റേജസിനെ കൈമാറുന്ന 1ാം ഘട്ട സീസ്ഫയർ കരാർ ഒപ്പിടുകയും ചെയ്തത്. എന്നാൽ 2ാമത്തെ കരാറിന്റെ ഭാഗമായാണ് ഈജിപ്തിൽ ഇങ്ങനെ ഒത്തുചേരുന്നതെന്ന്
കേൾക്കുന്നു. ഈ ഒത്തുചേരലിന് ശേഷം ഒരുപക്ഷെ രണ്ടാമത്തെ കരാർ ഒപ്പിടുവാൻ വേണ്ടി അഗ്രി ചെയ്യാൻ വേണ്ടി ഹമാസും ഇസ്രയേലും ഒരുപക്ഷെ ഒരുമിക്കുകയായിരിക്കും. അതിന്റെ ഭാവി എന്താണ് എന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിൽ ഒരു ഗാസക്ക് മേൽ ഒരു അന്തർദേശീയ ഭരണം കൊണ്ടുവരികയും അതുപോലെ അങ്ങനെ ഗാസയിൽ സമാധാനം സ്ഥാപിക്കുകയും അത് മുഖേന ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും അങ്ങനെ തുടങ്ങിയുള്ള ഗാസയിൽ ട്രംപിന്റെ അധീനതയിൽ ഒരു ഭരണം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് മുമ്പ് പറഞ്ഞ ഗാസയെ പൂർണ്ണമായും അമേരിക്കയുടെ അധീനതയിലാക്കുന്ന ഒരു പ്ലാനിലേക്കാണോ ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇന്ന് ഈജിപ്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഈജിപ്തിൽ നടക്കുന്ന ഈ സമ്മിറ്റിന് ശേഷം എന്തൊക്കെ വിവരമാണ് വരാൻ പോകുന്നത് എന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. ഈ വിഷയത്തിൽ ഞാൻ ഇന്നൊരു ഫലസ്തീൻ അമേരിക്കൻ സിറ്റിസനുമായി സംസാരിച്ചപ്പോൾ, അദ്ദേഹം ഫലസ്തീനിയാണ്, അതുപോലെ തന്നെ അമേരിക്കൻ പൗരത്വവും കൂടി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ട്രംപ് മുമ്പ് പറഞ്ഞ ടേക്ക് ഓവർ ഗാസ പ്ലാനിലേക്കാണോ ഈ പോക്ക് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവർ അതിന് വളരെ കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവർക്കതിന് കഴിയില്ല എന്ന് നിരുപാധികം അദ്ദേഹം തുറന്നു പറയുകയാണ്. അവർക്ക് ഗാസയിലെ ജനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അവർക്ക് ഗാസയിലെ ജനങ്ങളെ പുറത്താക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനൊക്കിടക്ക് നമുക്ക് രണ്ടാമത്തെ വിഷയം സംസാരിക്കാനുള്ളത് ഇന്ന് രാവിലെ നടക്കുന്ന ഹമാസിന്റെ ഹോസ്റ്റേജ് റിലീസുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇസ്രയേലിൽ നിന്ന് 2023 ഒക്ടോബർ 7 പിടികൂടി കൊണ്ടുവന്ന ബന്ദിയാക്കപ്പെട്ട 48ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട്. അതിൽ 20 ആളുകൾക്ക് ജീവനുണ്ടെന്നും 28 പേർ മരിച്ചു പോയിട്ടുണ്ടെന്നും ജീവനില്ലാത്ത ശവശരീരങ്ങളാണെന്നും ഹമാസ് പുറത്തുവിട്ട വിവരത്തിൽ പറയുന്നു. 24 മണിക്കൂർ കൊണ്ട് ഇസ്രയേലി സേന ഗാസയിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് 72 മണിക്കൂറിനുള്ളിൽ ഹമാസ് ഇസ്രയേലി ബന്ദികളെ തിരിച്ചു കൊടുക്കണം എന്നാണ് കരാറിലുള്ളത്. അപ്പോ ഇന്ന് ഉച്ചയോടുകൂടി ഹമാസിന്റെ സമയം അവസാനിക്കുവാൻ പോവുകയാണ്. അപ്പൊ ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത്, ദ ടൈംസ് ഓഫ് ഇസ്രയേൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും ഇസ്രയേൽ ഗവൺമെന്റ് പ്രതിനിധികൾ അവിടെ അറിയിച്ചിട്ടുള്ളതും ഇന്ന് രാവിലെയോടുകൂടി ബന്ദികളെ ഹമാസ് കൈമാറും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 20 ജീവിച്ചിരിക്കുന്ന ബന്ദികളെയും അതുപോലെ തന്നെ ആദ്യം ജീവിച്ചിരിക്കുന്നവരെയാണ് കൈമാറുക, അതിനുശേഷം മരണപ്പെട്ടു പോയ 28 ബന്ദികളെ ഹമാസ് കൈമാറും. അങ്ങനെ ഇസ്രയേലിന്റെ ബന്ദികളെ ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രയേലിനും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രയേലിന്റെയും സ്വഭാവം മാറുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ലോകത്തെ ഭൂരിപക്ഷം ആളുകൾക്കും ഇസ്രയേലിന്റെ സ്വഭാവത്തിൽ സംശയമുള്ളതും ഇസ്രയേലിന്റെ മുൻകാല സ്വഭാവങ്ങൾ അറിയാവുന്ന സാധാരണക്കാരൊക്കെയും പറയുന്നത് ഇത് ഒരു പൊറാട്ട് നാടകമാണെന്നും ഇസ്രയേലിന്റെ ബന്ദികളെ ഇസ്രയേലിന് ലഭിക്കാനുള്ള ഒരു കരാർ മാത്രമാണ് ഇതെന്നും ബന്ദികളെ ലഭിച്ചു കഴിഞ്ഞാൽ ഇസ്രയേൽ തനി സ്വഭാവം കാട്ടുമെന്നും ഒക്കെയുള്ള അഭിപ്രായമുള്ള ആളുകൾ ലോകത്തുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് ഇസ്രയേലിന്റെ ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം ഗാസയിലേക്ക് യുദ്ധം പുനരാരംഭിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈജിപ്തിൽ നടക്കുന്ന പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഘട്ട ചർച്ച പുനരാരംഭിക്കുമ്പോൾ ഹമാസും ഇസ്രയേലും തമ്മിൽ രണ്ടാം ഘട്ട ചർച്ചയിൽ വിജയം കാണാൻ പറ്റുമോ? ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണവും ഹമാസിന് ഇനി ഗാസയിൽ ഭരണമുണ്ടാവാൻ പാടില്ലെന്ന ഇസ്രയേലിന്റെ കാര്യങ്ങളൊക്കെ ഹമാസ് അംഗീകരിക്കുമോ? ഇത്തരത്തിലുള്ള ഒരു അന്തർദേശീയ ഭരണസമിതി ഗാസ ഭരിക്കുന്നത് ഹമാസ് അംഗീകരിക്കുമോ? ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വിജയത്തിലെത്താൻ സാധിക്കുമോ? വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഗാസ പോകുമോ എന്ന ചോദ്യം ഈ രണ്ട് വിഷയങ്ങൾക്കു ശേഷവും നമ്മൾ നോക്കിക്കാണേണ്ടി തന്നെ വരും എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് ഗാസയുടെ വിഷയത്തിൽ ഗാസയുടെ ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നടക്കുന്നത്. അതിനിടയ്ക്ക് ഇസ്രയേലിൽ ഈ ഹോസ്റ്റേജ് സ്ക്വയറിൽ നടന്ന വളരെ രസകരമായ സംഭവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ഹോസ്റ്റേജ് ഡീൽ, അതായത് ഇപ്പോൾ ഹമാസും ഇസ്രയേലും തമ്മിൽ കരാറിലെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 പോയിന്റുകൾ അടങ്ങിയ ഒരു സമാധാന ഉടമ്പടിയുടെ ഭാഗമായാണ് ഈ വെടിനിർത്തലിലേക്ക് ഇപ്പോൾ എത്തിയത് എന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ഇസ്രയേലി ജനങ്ങൾ വിശ്വസിക്കുന്നത്
അമേരിക്കൻസ് ഇടപെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ട്രംപ് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഹോസ്റ്റേജസ് റിലീസാകുന്നതും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു കിട്ടുന്നതും. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിന് യാതൊരു ക്രെഡിറ്റും ഇല്ലെന്നും അദ്ദേഹം വർഷങ്ങളായി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് സമരം നടത്തി പലതും ചെയ്തിട്ടും അദ്ദേഹം ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇസ്രയേലികളും. എന്നാൽ എല്ലാ ശനിയാഴ്ചയും ഇപ്പോൾ ഒരുപാട് മാസങ്ങളായി എല്ലാ ശനിയാഴ്ചയും ടെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളും അതുപോലെ നാട്ടുകാരുമൊക്കെ ഒരുമിച്ച് കൂടി അവർ വളരെ വിപുലമായ സമര പരിപാടികൾ നടത്തി വരികയാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ശനിയാഴ്ച അങ്ങനെ അവസാനത്തെ ഹോസ്റ്റേജസിന്റെ ഫാമിലിയുടെ ഒരുമിച്ച് കൂടൽ വളരെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള വളരെ വലിയ ഒരു പ്രോഗ്രാം അവിടെ നടക്കുകയും അതിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജാരിഡ് കുഷ്നറും ആ പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുക്കുകയും അവർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് ഈ പ്രോഗ്രാമിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് അതിശക്തമായ കൂകലുണ്ടായി എന്നുള്ളതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് കേട്ടപ്പോൾ സദസ്സിൽ വളരെ ശക്തമായ കൂകലാണ് അനുഭവപ്പെട്ടത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിൽ യാതൊരു റോളുമില്ലെന്നും താങ്ക് യു ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനാണ് ഇതിൽ മുഴുവനും ക്രെഡിറ്റ് എന്നും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫിനും ജാരിഡ് കുഷ്നർക്കും ഒക്കെയാണ് നന്ദി പറയേണ്ടതെന്നും സദസ്സിൽ നിന്ന് വളരെ ആർത്തി വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇസ്രയേലികൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു ഭീകരനായ പ്രധാനമന്ത്രിയാണെന്നും അതുപോലെ ഭീകര സ്വഭാവം കാട്ടുന്ന ഞങ്ങളോട് പോലും ഒരു കരുണയും കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയായി നെതന്യാഹു മാറിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇസ്രയേലികളും എന്ന് പറയാതെ വയ്യ. തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ചില ആളുകൾ ഈ ജൂതരാഷ്ട്രത്തിൽ ഉണ്ട്. അവർ മാത്രമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് സപ്പോർട്ടായി നിൽക്കുന്നത്. അവർ ഈ ഹമാസുമായുള്ള ഈ വെടിനിർത്തൽ കരാറ് അംഗീകരിക്കുന്ന വോട്ടെടുപ്പിൽ പോലും അതിനെതിരെ വോട്ട് ചെയ്ത് മാറി നിന്ന ആളുകളാണ്, അതിനെ എതിർത്ത ആളുകളാണ് ഈ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത്. അവർക്ക് യുദ്ധം, കൊല്ലുക, വീണ്ടും കൊല്ലുക, വീണ്ടും തകർക്കുക, ഇങ്ങനെയൊക്കെ മനസ്സുള്ള ഉദ്ദേശമുള്ള ഒരു വലിയ തീവ്രവാദികളാണ്. ആ തീവ്രവാദികളായ തീവ്ര വലതുപക്ഷത്തിന്റെ ആളാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളതാണ്. ഈ നെതന്യാഹുവിനെ ട്രംപും അതുപോലെ അമേരിക്കൻ സമ്മർദ്ദം വളരെ ശക്തമായി ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരമൊരു വെടിനിർത്തലിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ എത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. ഇപ്പോൾ ഈ ഇസ്രയേലിന്റെ മണ്ണിൽ സ്റ്റാറായി നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ട്രംപ് ആണെന്നും അതുപോലെ ഈ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരിദ് കുഷ്നറും ഒക്കെയാണ്. അവരാരെങ്കിലും ഇപ്പോൾ ഇസ്രയേലിൽ ഒരു ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രയേലിൽ ഉണ്ടായിട്ടുള്ളത്. അവർ ഇസ്രയേലിക്കാരല്ലെങ്കിൽ പോലും ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ. ട്രംപിനെയും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫിനെയും ഒക്കെ വിശ്വസിക്കുന്ന പതിനായിരങ്ങൾ അവിടെ ഉണ്ട് എന്നർത്ഥം. ബെഞ്ചമിൻ നെതന്യാഹുവിന് അവർക്ക് മടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിൽ ഈ സ്റ്റീവ് വിറ്റ്കോഫ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ കയ്യടിയോടുകൂടെയാണ് സദസ് അതിനെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഗാസയിലെ ലക്ഷക്കണക്കിന് ആളുകളെ ഇത്തരത്തിൽ നരകിപ്പിക്കുന്നത് ഇസ്രയേലിലെ സാധാരണക്കാർക്ക് പോലും അവരെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു. എന്നിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവിന് മതിയായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷയം. ഏതായാലും 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഗാസയിൽ ഇസ്രയേൽ ചെയ്ത ഇത്തരം ക്രൂരകൃത്യങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്ക് പറയുമ്പോൾ അവിടെ 61ഓളം യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇസ്രയേൽ തകർത്ത് കളഞ്ഞിട്ടുണ്ടെന്നും അതിൽ 61ഓളം യൂണിവേഴ്സിറ്റികളാണെന്നും ഒരു പറച്ചിൽ എന്നോട് പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് 61ഓളം യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങളാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ പറയുമ്പോൾ ചെറിയൊരു വാക്കുപിഴവുണ്ടായതാണ് എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. 61 യൂണിവേഴ്സിറ്റികൾ അവിടെ ഇല്ല. അവിടെ ഏകദേശം 17ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. അതിൽ ആധുനിക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 5 യൂണിവേഴ്സിറ്റികളാണ്. 6 പരമ്പരാഗത യൂണിവേഴ്സിറ്റികളുണ്ട്. അതുപോലെ 5 കമ്മ്യൂണിറ്റി കോളേജുകളും മറ്റുമൊക്കെ ഉണ്ട്. ഏതായാലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. ഏകദേശവും
പുനർനിർമ്മാണം നടത്തുകയോ മറ്റോ ചെയ്തില്ലെങ്കിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് അവിടെയുള്ളത്. ഏതായാലും ഞാൻ അന്ന് പറഞ്ഞതിൽ അത് കേട്ട് തെറ്റിദ്ധരിച്ചു പോയവരുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുന്നു. 61ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങൾ ഇസ്രയേൽ തകർത്തു എന്നാണ്. അതൊരു സുഹൃത്ത് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്ത് അത് അറിയിക്കുകയായിരുന്നു. നിങ്ങളുടെ ഇത്തരത്തിലുള്ള കമന്റുകളും എൻ്റെ തെറ്റുകളെ എനിക്ക് മനസ്സിലാക്കി തരാനുള്ള കമന്റുകളും അതുപോലെ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളുടെ കമന്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അതൊക്കെ കൂടുതൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നതുമാണ്. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.